السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المخلوقين وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. وأن المساجد لله فلا تدعوا مع الله أحدا. صدق الله مولانا العظيم. ആദരണീയരായ പണ്ഡിതന്മാർ, സുഹൃത്തുക്കൾ, സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ചർച്ച രണ്ട് ലോകത്തും ഉപകരിക്കുന്ന ചർച്ചയായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് പറയാനുള്ളത് വളരെ പെട്ടെന്ന് പറയുക. നൂറുദ്ദീൻ അബ്ബാദാരിമി എന്ന മനുഷ്യനെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്വന്തം മാസികയായ ഈ ഇസ്ലാഹിലാണ്. ഇതില് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് അബ്ബാദാരിമി കടന്നുവന്നു എന്നും അദ്ദേഹം സത്യപ്രസ്ഥാനത്തിലെത്തിയെന്നും അദ്ദേഹം സന്തുഷ്ടനാണ് എന്നും വളരെ വിഖ്യാതമായി തന്നെ ഇതിൽ എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ 14/10 ഇവിടെ തോട്ടുമുഖത്ത് നടത്തിയ പ്രസംഗം അബ്ബാദാരിമിയെ കൊണ്ട് പ്രസംഗിപ്പിച്ചത് മുജാഹിദുകൾ അവരെ മണ്ഡലം സമ്മേളനത്തിന്റെ പ്രചരണത്തിനാണ്. സംവാദവും ചർച്ചയൊക്കെ തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ഫലം കാണുമെന്ന് ഞങ്ങൾ പണ്ടേ പറയാറുണ്ട്. അതാണിപ്പോ സംഭവിച്ചത്. ഏതായാലും ഞാനൊരു ഉറച്ച മുജാഹിദാണ് എന്ന് പറയുന്നതിൽ നമ്മുടെ മൗലവിക്ക് എന്തോ ഒരു പ്രയാസമുണ്ടോ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോവുകയാണ്. ആവട്ടെ, ഞാൻ അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല. നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു പ്രയാസത്തിന് ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ സ്ഥലമുണ്ട്, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിലേക്ക് എന്നെ മടങ്ങിപ്പോകണം. അല്ലാഹു ഹിദായത്ത് നൽകട്ടെ. ഇനി ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ മൂപ്പര് എന്താണ് പറയേണ്ടത് എന്ന് തന്നെ മറന്നുപോയി. ഇൻഷാ അല്ലാഹ് നമ്മൾ ചോദ്യം അങ്ങനെ തന്നെ വരും. തോട്ടുമുഖത്തുകാർക്ക് വേണ്ടിയാണ് അവരുടെ പ്രദേശത്ത് വന്ന് അവര് പ്രസംഗിച്ച വിഷയം അത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിക്കും. അതിൽ യാതൊരു തർക്കമില്ല. പിന്നെ ഇവിടെ പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. അതുപോലെ തന്നെ റഷീദ് സഖാഫിയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു. ശരി, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ആ രൂപത്തിൽ തന്നെ അത് ചർച്ച ചെയ്ത് തീർക്കാവുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാമല്ലോ, അതൊക്കെ വളരെ വ്യക്തമാണ്. എന്റെ സാധാരണക്കാരായ ജനങ്ങളോട് ഞാൻ പറയുന്നു, മുജാഹിദുകാർ അത് എവിടെ പ്രസംഗിച്ചാലും ഏത് വാദപ്രതിവാദം നടത്തിയാലും എല്ലാ സ്ഥലത്തും ശക്തമായ വഞ്ചനയും തട്ടിപ്പും മാത്രമാണ് നടത്തുന്നത്. നോക്കൂ നിങ്ങൾ, ഞാനൊരു ഉദാഹരണം പറയാം. കള്ളു കുടിക്കാൻ പാടില്ല എന്നിപ്പോ എല്ലാവർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണല്ലോ. എല്ലാവരും അങ്ങനെ കള്ളു കുടിക്കാൻ പാടില്ല, അതൊരു സത്യമാണ്. പക്ഷെ എന്താണ് കള്ള്? അതും എല്ലാവർക്കും അറിയാം. കള്ള് എന്ന് പറഞ്ഞാൽ എന്താണ്, പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇടക്കാലത്ത് ഒരു ചങ്ങാതി വന്നിട്ട് പറഞ്ഞു, എല്ലാ മധുരമുള്ള വെള്ളത്തിനും പറയുന്ന പേരാണ് കള്ള്. അത് അദ്ദേഹത്തിന്റെ വകയിൽ സ്വന്തമായി ഒരു നിർവചനമുണ്ടായി. എല്ലാ മധുരമുള്ള വെള്ളത്തിനും എന്തു പറയും? കള്ള് എന്ന് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തുണ്ടായിന്നറിയോ? ഈ നിർവചനം പറഞ്ഞ് അയാൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഒരു ഹോട്ടലിൽ ഒരു സാധു മനുഷ്യൻ ചായ കുടിക്കുന്നു. അയാൾ ചായയാണ് കുടിക്കുന്നത്, കള്ളല്ല. അപ്പോഴതാ അയാളെ മുമ്പിലെത്തി, മോനെ, കള്ളു കുടിക്കാൻ പാടില്ലെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. തീനത്തുൽ ഖബാലാണ് കുടിപ്പിക്കപ്പെടുക, ഇന്നമൽ ഖംറു വൽ മൈസിർ എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് ആയത്തുകൾ അങ്ങ് ഓതിയിട്ട് മോനെ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞു. ഇയാൾ കള്ളാണോ കുടിക്കുന്നത്? ഇയാൾ കള്ളാണോ കുടിക്കുന്നത്? അല്ല, ചായയാണ് കുടിക്കുന്നത്. അപ്പൊ കേരളത്തിലെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും എല്ലാ പുത്തൻവാദികളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചായ കുടിക്കുന്നവനോട് കള്ളി കുടിക്കരുത് എന്ന് ആയത്തോതുന്നത് പോലെ ഞങ്ങളോട് വന്നിട്ട് നിങ്ങൾ ശിർക്ക് ചെയ്യരുത്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന് പറയാണ്. ഞങ്ങളെ സൃഷ്ടിച്ച റബ്ബ്, ഞങ്ങളുടെ ഓരോ രോമങ്ങളും ഞങ്ങൾക്ക് തന്ന റബ്ബ്, ആ റബ്ബിനെയല്ലാതെ ഞങ്ങളെ ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം ആ റബ്ബിനെയല്ലാതെ ആരാധിക്കാനോ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥന അല്ലാഹുവോട് അല്ലാത്തവരോട് സമർപ്പിക്കാനോ ഞങ്ങൾ തയ്യാറല്ല. അത് ഞങ്ങളുടെ വിശ്വാസമാണ്, ഞങ്ങൾ അടിയുറച്ചു പറയുന്ന കാര്യമാണ്. അതിലാർക്കാ തർക്കം? പിന്നെ ഓരോ ആളുകളോട് ഓരോന്ന് ചോദിക്കുമ്പോ അതിന്റെ സന്ദർഭത്തിനനുസരിച്ച് അത് മനസ്സിലാക്കും. ഉദാഹരണം പറയാം. ഈ മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാരന്റെ വിവരം പോലുമില്ല. ഇപ്പോ ഒരു മുഖ്യമന്ത്രിയോട് എന്നിട്ട് ഒരാൾ പറഞ്ഞു, എനിക്ക് വീട് വേണം. അതിന്റെ അർത്ഥം എന്താ? മുഖ്യമന്ത്രി ഇറങ്ങി വന്ന് അയാൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഒരു വീടിന്റെ പണി തുടങ്ങണം എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, അയാളത് പാസ്സാക്കി തരണം എന്നാണ് അതിന്റെ അർത്ഥം. ഓരോരുത്തരോട് പറയുമ്പോ അതിനനുസരിച്ച് അർത്ഥം ഉണ്ടാവും. അപ്പൊ സ്വർഗം വേണമെന്ന് അള്ളാഹുവിനോട് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു നേരിട്ട് സ്വർഗം കൊടുക്കണം എന്നാണ്.
അതേ സമയത്ത് നബിതങ്ങളോട് ഒരാൾ പറയാണ്, എനിക്ക് നിങ്ങളൊന്ന് സ്വർഗം വാങ്ങിത്തരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിനെ പോലെ നിങ്ങൾ സ്വർഗം തരണമെന്നല്ല. അങ്ങനെ ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല. അതേ സമയത്ത് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ സ്ഥാനമുള്ള ആളാണ്, അതുകൊണ്ട് നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണം, നിങ്ങളൊന്ന് ശുപാർശ ചെയ്യണം, നിങ്ങളൊന്ന് ശഫാഅത്ത് ചെയ്യണം. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് സാധുക്കളായ ഞങ്ങൾക്ക് സ്വർഗത്തിലെത്താനുള്ള ഒരു ചാൻസ് നിങ്ങൾ ഒരുക്കി തരണം. അതും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അതാണ് സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്നത്. അതിനെ ശക്തമായി തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവം, ഈ മൗലയും അതിൽ കുടുങ്ങിപ്പോയല്ലോ എന്ന് ഞാൻ ആലോചിച്ചു പോകുന്നത്. അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. കുറച്ചൊക്കെ പഠിച്ച ആളുകൾ ഇങ്ങനെ കുടുങ്ങാൻ പാടുണ്ടോ? അപ്പൊ പഠിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പറഞ്ഞുതരാം. നോക്കൂ, നിങ്ങൾ